ഈര തേടി ഇറങ്ങിയ ഒരു മലമ്പാമ്പ് ഗോൾ വലയിൽ കുടുങ്ങി. മുദ്രപ്പാടത്തെ ഫുട്ബോൾ മൈതാനത്താണ് ഈര വിഴുങ്ങിയ നിലയിൽ പാമ്പ് കുരുങ്ങിയത്. ഒടുവിൽ കത്രിക ഉപയോഗിച്ച് വല മുറിച്ച് പാമ്പിനെ രക്ഷപ്പെടുത്തി. രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ഒരു എലിയെ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പാമ്പ്. ആ എലിയെ പുറന്തള്ളുന്നതും നമുക്ക് കാണാം. എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. വല മുറിക്കുന്നു, പാമ്പിനെ വാലിൽ പിടിച്ച് പുറത്തേക്ക് ഇറക്കുന്നു. രാവിലെ ഹിന്ദിക്കാരാണ് കണ്ടത്. വലയിൽ കുടുങ്ങി കിടക്കുന്ന കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാരെ പഞ്ചായത്തിൽ ഫോറസ്റ്റ് അറിയിക്കുകയും ചെയ്തു വരുന്നു. ഇതിപ്പോൾ ഇന്നലെ മഴ ചെയ്തു, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇരുന്ന് നല്ല മഴ ചെയ്തുകൊണ്ട് പുഴയിൽ നിന്ന് കയറി വരാനാണ് സാധ്യത. ഇവിടെ തൊട്ടടുത്ത് തന്നെ പുഴയാണ്, അപ്പോൾ അവിടെ നിന്ന് കയറി വരാനായിരിക്കും സാധ്യത ഏറ്റവും കൂടുതൽ. ഇത് ഇപ്പോൾ അസാധാരണമായിട്ടാണ് ഈ കുട്ടികളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടിൽ കാണാൻ സാധിച്ചത്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പമുണ്ട്. അർജുൻ മട്ടന്നൂർ, ഒരു മലമ്പാമ്പിനെ കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ എക്സ്ക്ലൂസീവായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എലിയെ പുറന്തള്ളുന്നു. എങ്ങനെയാണ് പാമ്പ് ഇതിൽ പെട്ടത്? എലിയെയും വിഴുങ്ങി പോകുന്ന വഴിയായിരുന്നു? സുജയ, സാധാരണ ഈ പാമ്പുകളെ വലയിലാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വലയിലായ പാമ്പിനെ ഇവർ രക്ഷിക്കുകയാണ് ചെയ്തത്. ആലുവ കമ്പനിപ്പടിക്കടുത്തുള്ള ക്രിസ്ത്യൻ പള്ളിയോട് ചേർന്നുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് ഈ പാമ്പിനെ ഈ ഗോൾ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. മലമ്പാമ്പിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മലമ്പാമ്പാണെങ്കിൽ ഇര വിഴുങ്ങിയ ശേഷമാണ് ഈ വലയിൽ കുടുങ്ങിയത്. അതുകൊണ്ട് തന്നെ അത് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരൊക്കെ തന്നെ പഞ്ചായത്തിന് വിവരമറിയിക്കുകയും തുടർന്ന് പഞ്ചായത്ത് അധികൃതർ വനംവകുപ്പിന് വിവരമറിയിക്കുകയും അങ്ങനെ വനംവകുപ്പിൻ്റെ ഒരു പരിശീലനം നേടിയ ഒരു ഷൈൻ എന്നൊരാൾ അവിടെ എത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ മലമ്പാമ്പിനെ രക്ഷിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ മലമ്പാമ്പിനെ ഈ വലയിൽ നിന്ന് രക്ഷപ്പെടുത്തുക വലിയ പ്രയാസകരമായിരുന്നു. എങ്കിലും കത്രിക ഉപയോഗിച്ച് ഈ വല മുറിച്ചുകൊണ്ടാണ് ഈ മലമ്പാമ്പിനെ രക്ഷപ്പെടുത്തിയത്. അതിനിടയിൽ ഈ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെ ഈ പാമ്പ് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. തുടർന്ന് ഇതിനെ പൂർണ്ണമായും വലയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയായിരുന്നു. അതിനിടയിലാണ് നേരത്തെ ഈ മലമ്പാമ്പ് വിഴുങ്ങിയ ഒരു എലി ഈ മലമ്പാമ്പിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മലമ്പാമ്പിനെ എടുത്ത് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെരിയാറിനോട് ചേർന്നുള്ള മേഖലയാണ്, മഴക്കാലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മലമ്പാമ്പുകളും മറ്റ് പാമ്പുകളും ഒക്കെ തന്നെ ഇത്തരത്തിൽ പ്രദേശങ്ങളിലൊക്കെ തന്നെ കാണുക സ്വാഭാവികമാണ്. അത്തരത്തിലായിരിക്കും ഈ മലമ്പാമ്പും അവിടെ എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഗോൾ വലയിൽ കുടുങ്ങിയതാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. സുജയ. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് പാമ്പ് കുടുങ്ങിയത് എങ്ങനെയാണ് എന്നും പാമ്പിനെ പുറത്തെടുത്തത് എങ്ങനെയാണ് എന്നുള്ളതും വിശദീകരിച്ചത്. മഴക്കാലമാണ്, അപ്പോൾ പാമ്പ് കുടുങ്ങിയ അതിനെ വലയിൽ നിന്ന് പുറത്തെടുക്കുന്നത് നമ്മൾ കണ്ടു. മഴക്കാലമാണ്, ഇഴജന്തുക്കളൊക്കെ ഇറങ്ങി വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ വേണം നദിയിലേക്കും പുഴയിലേക്കും ഒക്കെ ചെന്ന് ഇറങ്ങാൻ.